വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മാക്രോൺ US വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പ് ഫ്രാൻസിസ് കുറച്ച് ബെറ്റർ ആവുന്നുണ്ട്. അതുപോലത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കുറേ വിഷയങ്ങളൊക്കെ നോക്കി പോവാം. റഷ്യ ഉക്രൈനിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന അത്രയും സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ റഷ്യയുടെ ഉള്ളിലുമുള്ള റെയർ എർത്ത് മിനറൽസ് US ഓഫർ ചെയ്തിട്ടുണ്ട്. US മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റഷ്യ സ്ഥലം ആക്രമിച്ചു, അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലിപ്പം നമ്മൾ ഇതിനകത്ത് റഷ്യയുടെ സൈഡോ അല്ലെങ്കിൽ ഉക്രൈൻ സൈഡോ എന്നല്ല, റഷ്യ യുദ്ധം ചെയ്ത് തന്നെയാണ് ആ സ്ഥലം പിടിച്ചെടുത്തത്. ഉക്രൈൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കുമായിരുന്നു. ഉക്രൈൻ അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നില്ലല്ലോ. ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ ആയുധങ്ങൾ നല്ല രീതിയിൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് റഷ്യക്കെതിരെ നല്ല രീതിയിൽ ആക്രമണം നടത്തിയായിരുന്നു. ഒരുപാട് ആക്രമണങ്ങൾ ഉക്രൈൻ നടത്തിയിട്ടുണ്ട് റഷ്യക്കുള്ളിൽ. അവിടെയും കാഷ്വാലിറ്റീസ് ഉണ്ട്. റഷ്യ അത് കൂടുതലായിട്ട് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോമിനേറ്റഡ് രാജ്യമായിട്ട് തന്നെ അറിയപ്പെടുന്നതുകൊണ്ട് അവരത് പുറത്ത് പറഞ്ഞാൽ അവർക്ക് നാണക്കേട് എന്നുള്ള നിലയിൽ അവർ ശരിക്കും പറഞ്ഞാൽ ചെറിയ നമ്പേഴ്സ് ഒക്കെയാണ് അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനും നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. റഷ്യ അവരുടെ ഒരു പവർ കൊണ്ട് അവർ കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലം പിടിച്ചെടുത്തവൻ തീരുമാനിക്കും അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. ആ രീതിയിലാണ് ആ കാര്യം നമ്മൾ കാണേണ്ടത്. യുദ്ധം തുടങ്ങുമ്പോഴേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമായിരുന്നു ഈ ഒരു സ്ഥലം നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചാൽ നിർത്താം എന്നുള്ള രീതിയിൽ ഒരു പീസ് ടോക്കനൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിർത്താമായിരുന്നു യുദ്ധം. ഇത്രത്തോളം ഈ ഒരു 3 വർഷമായിട്ട് ഇത് പ്രൊലോങ് ചെയ്ത് പോയത് കൊണ്ടാണ് ഉക്രൈൻ ഇത്രയും സ്ഥലം നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. ഇനി അത് വേറൊരു സബ്ജക്ട്, അത് പോട്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മാക്രോൺ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക വിസിറ്റ് ചെയ്തു വൈറ്റ് ഹൗസിൽ. അപ്പൊ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് ട്രംപും മാക്രോണും തമ്മിൽ നടത്തിയത്. മാക്രോൺ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ശരിക്കും ഏതെങ്കിലും രീതിയിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡിൽ വരാനാണ് സാധ്യത എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ രീതിയിലൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി മീറ്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒരാളെ കാണാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു മര്യാദ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ രണ്ടുപേരും ബാക്ക് ടു ബാക്ക് അവിടെ നിന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയായിരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു വിസിറ്റ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം വേറെ ഒന്നുമില്ല. ഈ യൂറോപ്പിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ ജർമ്മനി മാത്രമല്ല, യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ എല്ലാം ഈ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇതെല്ലാം ഉൾപ്പെടെ, പോളണ്ട്, ഹംഗേരി ഇതെല്ലാം ഉൾപ്പെടെയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്പ് ആയിക്കോട്ടെ, അതേപോലെ ഈ ഒരു നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെയും അവതാളത്തിൽപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ റഷ്യയും ഉക്രൈനും വാർ തുടങ്ങിയതോടുകൂടിയാണ്. അതോടുകൂടി ഇവരുടെ ഒരു എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആടി ഉലഞ്ഞ അവസ്ഥയിലായി തീർന്നത് തന്നെ ഈ ഒരു യുദ്ധം തുടങ്ങിയത് കൊണ്ടാണ്. അതൊരു റിയാലിറ്റിയാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ഓയിൽ യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്തു. ശരിയാണ്, അവരുടെ എനർജി നീഡിനെ പൂർത്തീകരിക്കാനാണ് ഇന്ത്യ സപ്ലൈ ചെയ്തത്. പക്ഷേ ഇന്ത്യ ഓയിൽ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണല്ലേ. ഇന്ത്യ മാത്രമല്ല, വേറെയും രാജ്യങ്ങൾ റഷ്യയുടെ നിന്ന് ഓയിൽ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഒരു മേജർ യൂട്ടിലിറ്റി ഉള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് പേര് സ്പെസിഫിക് ആയിട്ട് വരുന്നത്. കാരണം ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെമോഗ്രഫി ഉള്ളതും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി വരുന്നതും ഇന്ത്യക്കുള്ളിലും ചൈനയ്ക്കുള്ളിലൊക്കെ തന്നെയാണ്. അപ്പോൾ ചൈന കൂടുതലും ഇറാനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഒരു അവസരത്തിൽ കൂടുതൽ എണ്ണ വാങ്ങിച്ചത് റഷ്യയിൽ നിന്നാണ്. ഇത്രയും നാളും കോസ്റ്റ് എഫക്റ്റീവ്ലി റഷ്യ ഈ ഒരു യൂറോപ്പ് മേഖലയ്ക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മൾ ത്രൂ നടന്നു, അത്രേ ഉള്ളൂ. അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഈ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയതോടുകൂടി അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് റഷ്യക്കെതിരെ സാങ്ഷൻ ചെയ്തു. റഷ്യയുടെ ബില്യൺ കണക്കിൽ ഡോളേഴ്സ് എല്ലാം പൂഴ്ത്തി വെച്ചു, എല്ലാം റെഡിയാക്കി. സ്വിഫ്റ്റിൽ നിന്ന് റഷ്യയെ ഡിസ്കണക്ട് ചെയ്തു. ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്തിട്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇവർക്ക് പഴയതുപോലെ കോസ്റ്റ് എഫക്റ്റീവ്ലി ഈ ഒരു എനർജി നീഡ് റഷ്യയുടെ നിന്ന് മേടിച്ച് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളെയും വേറെ കുറെ രാജ്യങ്ങളെയൊക്കെ അവർ ആശ്രയിച്ചു. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ നിന്നും റിഫൈൻഡ് ഓയിൽ സപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും സംഭവിച്ചത് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയത് റഷ്യക്ക് തന്നെയാണ്. അതായത് വളഞ്ഞുള്ള മൂക്കുപിടുത്തം അത് തന്നെ റഷ്യ ചെയ്തത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇതുകൊണ്ട് യൂറോപ്യൻ എക്കോണമിയാണ് ഏറ്റവും കൂടുതൽ വീക്കനായത്. കാരണം അവർ ഇതുവരെ ചെലവാക്കിയ എനർജി കോസ്റ്റിന് ഇരട്ടി എനർജി കോസ്റ്റ് ചെലവാക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇതുകൊണ്ട് ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നതും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ നാറ്റോ രാജ്യങ്ങൾക്കൊക്കെ തന്നെയാണ്. റഷ്യയുമായിട്ട് ഇടപാട് വെച്ചിരുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉക്രൈന്റെ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി അവിടെയും കുറച്ച് പ്രശ്നമായി. ഉക്രൈനിന് കൃത്യമായിട്ട് ഒരു ട്രേഡും കാര്യങ്ങളും നടത്താൻ പറ്റിയില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഒരു വീറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഏറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അതേ ഫുഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ഇപ്പൊ യൂറോപ്പിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഉക്രൈനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഉക്രൈൻ. അപ്പൊ അതും കൂടെ നിലച്ച ഒരു അവസ്ഥയായി. എനർജി മേഖലയിൽ മാത്രമല്ല, ഇത് ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഉക്രൈനിൽ നിന്നൊക്കെ കിട്ടാത്ത സാധനം വേറെ എന്ത് ചെയ്യണം? വേറെ പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. അപ്പോഴത്തേക്കും അവർ ഡിമാൻഡ് ചെയ്യുന്ന കോസ്റ്റ് അവിടെ കൊടുക്കേണ്ടി വരും. യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ വാർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട അവസ്ഥ ഫിനാൻഷ്യലി. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു US ഇങ്ങനെ യൂറോപ്പിന് ഇങ്ങനെ ഒരു ബന്ധം ഇങ്ങനെ വിഘടിച്ചു പോകുന്നത് US ഒരു പോളിസി ചേഞ്ച് ഓവർ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പോളിസി ചേഞ്ചിങ് ഈ ഒരു മെത്തേഡ് കണ്ടിട്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത് എങ്ങനെയാണ് US ഒരു പോളിസി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? റഷ്യയോട് തന്നെ ഈ ഒരു നിലപാടാണ് കാണിക്കുന്നത് US. അറിയാലോ റഷ്യയും അമേരിക്കയും എങ്ങനെയാണെന്നുള്ളത്.
കാരണം ഈ ഒരു 1951 ഈ ഒരു US എയ്ഡ് കൊണ്ടുവന്നത് തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ പാടില്ല, അതിനെതിരെ നമ്മൾ പല നാടുകൾക്കും ഫണ്ട് ചെയ്ത് ഡെമോക്രസി കൊണ്ടുവരണം എന്നുള്ള നിലയിലൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഒരു US എയ്ഡ് ഒക്കെ 1950 കാരണം ഈ പടർന്നു പിടിക്കുന്ന കമ്മ്യൂണിസത്തിനെ എങ്ങനെ തടയാമെന്നുള്ളതിന് ഒരു സോഫ്റ്റ് പവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു US എയ്ഡ് ഒക്കെ കൊണ്ടുവരുന്നത്. കാരണം US എയ്ഡ് ത്രൂ പൈസകൾ പല നാടുകൾക്ക് അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ സൈലന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കും. ആ ഒരു മെത്തേഡിൽ കൊണ്ടുവന്നതാണ് ഈ സംവിധാനങ്ങളെല്ലാം. അപ്പൊ അതിലൂടെ അവർ ചെയ്തത് എന്താണ്? അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ത്രോ ചെയ്ത് അവരെ വിജയിപ്പിക്കും. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇലക്ഷനിൽ നിർത്തി അവർ വിജയിപ്പിക്കും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ലെബനാനിൽ ഒരു സർക്കാർ വന്നിരിക്കുന്നില്ലേ? ലെബനാനിൽ അയോൺ എന്ന് പറഞ്ഞ അയാൾ എവിടുത്തുകാരനാണ്? അയാൾ ഒരു ലെബനീസ് ക്രിസ്ത്യൻ ആണ്. അയാൾ യുദ്ധം തുടങ്ങിയ 3 മാസം കൊണ്ട് തന്നെ അയാൾ അവിടുന്ന് കാലിയായി. ആർമിയില് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ലെബനാനിലെ ഇപ്പൊ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്ന, അന്നത്തെ ആർമിയുടെ ചീഫായിട്ട് വർക്ക് ചെയ്തിരുന്ന ഈ അയോൺ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, ജോസഫ് അയോൺ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, ഇയാൾ അവിടെ ഹിസ്ബുള്ള ഡോമിനേറ്റ് ചെയ്ത പാട് തന്നെ, ഈ ഒരു ഇസ്രായേലുമായിട്ട് യുദ്ധം തുടങ്ങിയ പാട് തന്നെ ഇയാൾ അപ്പോഴേ തന്നെ സൈപ്രസിലേക്ക് വിട്ട് അവിടെ നിന്ന് നേരെ US പോയി ലെബനീസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് US കാര്യങ്ങളൊക്കെ നടത്തി സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് യൂനസിനെ നൂലുകെട്ടി ഇറക്കിയതുപോലെ ലെബനാന്റെ ഉള്ളിൽ നൂലുകെട്ടി ഇറക്കിയതാണ് ഈ ഒരു ജോസഫ് ആവോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഇപ്പോഴും അമേരിക്ക ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നിലവിൽ ഇപ്പൊ നടക്കുന്നുണ്ടെന്നുള്ളത് US എയ്ഡിന്റെ ഒരു കളി മനസ്സിലായല്ലോ. ഇതാണ് US എയ്ഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. 1950 മുതലേ ഇവർ പൈസ മുടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ് പൈസ മുടക്കുന്നത്. കാരണം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ ആൾക്കാർ ആ രാജ്യത്ത് വേണം. അതുകൊണ്ട് പല NGOകൾക്ക് ഒരു പൈസ കൊടുക്കും. കാര്യം വേറെ ഒന്നല്ല, നാളെ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും NGO, ഒരു 10-50 NGO അവരുടെ കീഴിൽ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വെരി ഈസിയാണ്. പ്രൊട്ടസ്റ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയും NGOകൾ ഒരുമിച്ച് ഇറങ്ങും. ആ NGOയുടെ കീഴിൽ NGOയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം കൈപ്പറ്റിയ ആൾക്കാരുണ്ടാവും. അവന്റെ കുടുംബം ഇറങ്ങും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അത് തന്നെയാണ് ഈ ഒരു US എയ്ഡ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ബിഗ് പിക്ചർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളിൽ ഓരോ ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ബിഗ് പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ബിഗ് പിക്ചർ. മാക്രോന്റെ വിസിറ്റ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മയപ്പെടുത്തി യൂറോപ്പുമായിട്ട് ഒരു ഫ്ലെക്സിബിൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് മാക്രോൺ ഉപയോഗിക്കാൻ വേണ്ടി പോയത്. അമേരിക്ക വളരെ ശക്തമായിട്ട് തന്നെ റഷ്യയാണ് പിന്തുണയ്ക്കുന്നത്. 2 വട്ടം UN ഇതേ സെയിം റെസൊല്യൂഷൻ ഉക്രൈന് വേണ്ടിയിട്ട് കൊണ്ടുവരപ്പെട്ടു. അതായത് റഷ്യയുടെ ട്രൂപ്പ് ഉക്രൈന്റെ സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് റെസൊല്യൂഷനാണ് അവിടെ പാസ്സാക്കാൻ കൊണ്ടുവന്നത്. പക്ഷേ ഈ പാസ്സാക്കാൻ കൊണ്ടുവന്ന 2 ടൈം തന്നെയും അമേരിക്ക നിരുപാധികം അതിനെ തള്ളിക്കളയാണ് ചെയ്തത്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ സൈഡിലുള്ള മിനറൽസിനെ നോട്ടമിടുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചൈനയാണ് ആ മേഖലയിലെല്ലാം കൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ ചൈനയെ കൗണ്ടർ ചെയ്തുകൊണ്ട് കൂടുതൽ ഈ ഒരു മിനറൽ അസറ്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അതിലേക്ക് കൂടുതൽ നോട്ടമിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഈ ബുർക്കിനോ ഫാസോ അതേപോലെ നൈജർ എന്നുള്ള ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രാൻസിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ രാജ്യങ്ങളെയൊക്കെ അമേരിക്ക നോട്ടമിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസ്, ബുർക്കിനോ ഫാസോ, നൈജർ, അമേരിക്ക ഈ വിഷയത്തെ ചൊല്ലി ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ഇടാം. കാരണം അതിനകത്തൊരു ഫുൾ ലെങ്ത് വിഷയം തന്നെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഫ്രാൻസിന് ഇങ്ങനെ പല ഏരിയകളിലും ഇങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ ലെബനാനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഫ്രാൻസിന്റെ അവിടുത്തെ ഇൻവോൾവ്മെന്റ് കൂടുതലായിട്ട് വെളിയിൽ വരുന്നത്. അപ്പൊ ഇതേപോലെ ഫ്രാൻസിന് പല ഏരിയകളിലും താല്പര്യമുള്ള ഏരിയകളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഒരു മയപ്പെട്ട നിലയിൽ പോയി ഒന്ന് സോപ്പിട്ട് നിർത്താം, ഒരു 4 വർഷത്തേക്ക് പ്രസിഡന്റ് ആണല്ലോ US അതിനുവേണ്ടി പോയതാണ്. ശരിക്കും പറഞ്ഞത് ഫ്രാൻസിന്റേതായിട്ടുള്ള താല്പര്യങ്ങളും മാക്രോൺ ഉണ്ടായിരുന്നു. അതേപോലെ യൂറോപ്പ് ഒരു മെയിൻ കൺസേൺ ആണ്. കാരണം ഫ്രാൻസും പാർട്ട് ഓഫ് യൂറോപ്പ് ആണല്ലോ. വിസിറ്റ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഡെവലപ്മെന്റ്സ് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതുകൂടാതെ അമേരിക്ക ഉക്രൈനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഉക്രൈൻ പല സ്ഥലങ്ങളിലും സഹായവും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഉക്രൈൻ സഹായിക്കുന്ന രാജ്യങ്ങളും പിന്നീട് അമേരിക്കയുടെ ലിസ്റ്റിൽ വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ചെറിയ ഭീഷണി. അതിലുപരിയായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വാർ നെഗോഷിയേറ്റ്, ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതിന് എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പണി കൊടുക്കും എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ്, നിങ്ങൾ എന്തെങ്കിലും സഹായം നിങ്ങൾ ഉക്രൈന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനറൽസ് ചോദിക്കൂ. അവരുടെ കയ്യിൽ ഒരുപാട് മിനറൽ അസറ്റ് ഉണ്ട്, അതൊക്കെ ചോദിക്കൂ. ഒരു ബിസിനസ് എഗ്രിമെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഉദാരമായിട്ട് സംഭാവന ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറബ് രാജ്യങ്ങളെല്ലാം മൂട്ടിന് തീപിടിച്ച അവസ്ഥയിലാണ്. വേറെ ഒന്നുമല്ല, ഡൊണാൾഡ് ട്രംപ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂ ഗാസ, ട്രംപിന്റെ ഗാസ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 30 സെക്കൻഡുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഓൺലൈനിലും യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഫേമസ് ആയിട്ട് ഇപ്പം ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോ. ഇനി തുരങ്കങ്ങളില്ല, ഇനി അവിടെ ഗുഹകളില്ല, ഇനി മാളങ്ങളില്ല, ഇനിയെല്ലാം വളരെ ഫ്രീ ലാൻഡാണ് എന്നുള്ള നിലയിൽ ഭയങ്കര ബീച്ചും ആ രീതിയിലൊക്കെ ഒരു എക്സ്പോസ്ഡ് വീഡിയോ ആണിത്. നല്ലൊരു വണ്ടർഫുൾ വീഡിയോ ആണ്. അത് കണ്ടിട്ട് അറബ്സ് എല്ലാം ചിരിക്കാനും വയ്യ കരയാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പറയാനുള്ളത് ഹമാസിന്റെ വിഷയമാണ്. ഹമാസ് ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗൻഡ വീഡിയോ, അതായത് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം, ഫൂട്ടേജസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇതെല്ലാം തന്നെ ഇവര് ചില ബന്ദികളെ, ജീവിച്ചിരിക്കുന്ന ബന്ദികളെ കാണിച്ച് അവരെ ടെംപ്റ്റ് ചെയ്യാണ്.
അതായത് ഇങ്ങനെയൊക്കെ ചെയ്യും. അതായത് ഈ ഒരു ബന്ദികൾ, അത് അകത്തിരിക്കുന്ന ബന്ദികളെ ടെംപ്റ്റ് ചെയ്ത് പല രീതിയിലും അവരെ കൊണ്ട് ഈ സ്റ്റേജിൽ കോപ്രായങ്ങൾ കാണിക്കത്തക്ക രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ വീഡിയോ ഒക്കെ കൊണ്ട് അവരായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട്, പ്രൊപ്പഗൻഡ വീഡിയോ. അതായത് എങ്ങനെയാലും അവരെ രക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവർ തന്നെ പറയുന്നതായിട്ടുള്ള വീഡിയോസ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞാൽ പ്രഷറിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിടുന്നത്. കാരണം അവിടെ ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, ആ ആൾക്കാരെ കുറച്ചുകൂടെ, പ്രക്ഷോഭം കുറച്ചുകൂടെ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട്, ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് ഈ വീഡിയോസിനെ ഹമാസ് കരുതി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത മിഡിൽ ഈസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പറയാം. കാനഡ ജനുവരി 31 കുറെ വിസയിൽ കുറെ ചേഞ്ചസ്, അമെന്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ ഈ ഒരു കാനഡ വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കുക. കാരണം ഒരുപാട് നൂലാമാലകളും നിയമങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിസയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാനൊരു ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓൺലൈനിൽ അടിച്ച് നോക്കുക കാനഡയിലെ പുതിയ വിസ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പിന്നെ ഇവിടുന്ന് കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഈ ഒരു നിയമം എന്തായാലും ഇന്ത്യൻ സ്റ്റുഡൻസിന് അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതറിയാലോ, അവിടെ ട്രൂഡോ എന്ന് പറഞ്ഞ ഒരുത്തൻ ഡമ്മി ആയിട്ടെങ്കിലും ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ റിസൈൻ ചെയ്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അവിടെ തുടരുന്നത്. അവൻ ഇരിക്കുന്നവരെ, അവൻ അവിടെ ഡമ്മി ആയിട്ടെങ്കിലും ആ ഒരു കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ട്രൂഡോ എന്ന് പറയുന്നവൻ ഇന്ത്യക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് G7 രാജ്യങ്ങളുടെ ഇടയിൽ ആ ഒരു കൂട്ടായ്മയിൽ കുറച്ചുകൂടെ ഒരു യൂണിറ്റി വരേണ്ടതുണ്ട് എന്നാണ് ജപ്പാൻ പറഞ്ഞിരിക്കുന്നത്. G7 രാജ്യങ്ങൾ ഇപ്പൊ ഈ ഒരു US-ന്റെ പോളിസി ചേഞ്ച് ആണ് ഇതിന് കാരണം. ഇതെല്ലാവരും തന്നെ പറയുന്നത് US-നെയാണ് പറയുന്നത്. കാരണം US-ന്റെ പോളിസി ചേഞ്ച് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള വിയോജിപ്പാണ് ഇവരൊക്കെ രേഖപ്പെടുത്തുന്നത്. അതിനിപ്പോ ഒന്നും പറയാനില്ല. ട്രംപ് അവിടുത്തെ പ്രസിഡന്റ് ആണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. US-ന്റെ പോളിസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും പിന്നെ ഈ ഒരു G7 രാജ്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ പറയും. കാരണം ഇതിന് ഒരുപാട് ഇമ്പാക്ട് US-ന്റെ പോളിസി ചേഞ്ച് ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ G7 രാജ്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. അവരെന്ത് പോളിസി സ്വീകരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ചില രീതികളാണ് ഇപ്പൊ ഇതിനകത്ത് പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം ഒരു പ്രഷറും ഈ ഒരു രീതിയിലുള്ള പോളിസി സ്വിച്ചിങ് ഒക്കെ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ ഉക്രൈൻ വാർ ഒന്ന് ഡീലായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. പിന്നെ US-ന്റെ ഫോക്കസ് കുറച്ചുകൂടെ ഇറാന്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് പോളിസി കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല തലത്തിലുള്ള മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ US-ന്റെ താരിഫ് ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പോളിസി കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ടുന്ന പല രാജ്യങ്ങളുണ്ട്. യൂറോപ്പിനെതിരെ ത്രെട്ടുണ്ട്, ഇന്ത്യക്കെതിരെ ഉണ്ട്, എല്ലാ സ്ഥലങ്ങൾക്കെതിരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യൂറോപ്പുമായിട്ടും ട്രേഡ്, അതായത് ഡൈവേഴ്സിഫൈ ചെയ്യാനാണ്. അത് വ്യാപാരം ഡൈവേഴ്സിഫൈ ചെയ്യുക, വിൽപ്പന പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് US ഇതര മാർക്കറ്റിൽ നിന്ന് എത്രമാത്രം റവന്യൂ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു റിസർച്ചിലാണ് ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ ചൈനയും ഒരു നിർണായക കോമ്പറ്റീറ്റർ ആണ്. പക്ഷെ നമുക്ക് എത്രത്തോളം കഴിയുമോ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ UK-യുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ലൈനപ്പ് ചെയ്ത ഡിസ്കഷൻസ് തകൃതിയായിട്ട് നടക്കുകയാണ് ഈ വിഷയങ്ങളിലൊക്കെ. പിന്നെ മസ്കിന്റെ ഡോഡ്ജ് ഫെഡറൽ സംവിധാനം കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, മസ്ക് കുറച്ചുകൂടെ അങ്ങ് ഫ്രീഡം, ഒരു എക്സ്ട്രാ ഫ്രീഡം എടുത്തുകൊണ്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വേറെ ഒന്നല്ല, ഈ ഫെഡറൽ ഉദ്യോഗസ്ഥർക്കെല്ലാം ഗവൺമെന്റ് എംപ്ലോയി, ഈ ഡോഡ്ജ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് ഗവൺമെന്റിന്റെ ഒരു എയ്ഡഡ് സ്ഥാപനം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു ഡോഡ്ജ് എന്ന് പറയുന്നത്. ട്രംപ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡോഡ്ജ്. അതായത് എലോൺ മസ്ക് റിപ്പോർട്ട് ചെയ്യുന്നതും പ്രസിഡന്റിന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഡോഡ്ജ് കുറച്ചുകൂടെ ഫ്രീഡം എടുത്തോണ്ട്, അതായത് എവിടെ നിൽക്കണം, അതായത് എലോൺ മസ്കിന്റെ പൊസിഷൻ കുറച്ച് മറന്നുകൊണ്ട് എലോൺ മസ്ക് കുറച്ചുകൂടെ ഫ്രീഡം എടുത്തുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഡയറക്റ്റായിട്ട് മെയിൽ അയക്കുകയാണ് ഡോഡ്ജിൽ നിന്ന്. ഈ ഫെഡറൽ സംവിധാനത്തിലേക്ക് മെയിൽ അയക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച എന്ത് വർക്ക് ചെയ്തു, 5 പോയിന്റ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ സ്കൂൾ കുട്ടികളോട് പെരുമാറുന്ന തലത്തിലുള്ള മെയിലിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊന്നും മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഈ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇന്റലിജൻസും ഇതേപോലെ FBI-യും ഇതേപോലെ ഉൾപ്പെടെ പല സംവിധാനങ്ങൾ ചേർന്ന് പിന്നെ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗവൺമെന്റിൽ പോയിട്ട് പല കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു FBI-ക്കാണ് എലോൺ മസ്ക് മെയിൽ അയച്ചിരിക്കുന്നത്, കഴിഞ്ഞ 2 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു FBI-യിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനൊക്കെ മെയിൽ പോയി കഴിഞ്ഞാൽ അയാൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? FBI-യിലെ ചീഫിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, FBI-യിൽ ജോലി ചെയ്യുന്ന സാധാരണ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവരെന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഇന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന വർക്ക് ചെയ്തു എന്നാണോ എലോൺ മസ്കിന് റിപ്ലൈ ചെയ്യേണ്ടത്? ഇതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളല്ലേ. ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ലീക്ക് ആവത്തില്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ഡോഡ്ജ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇപ്പൊ FBI-യുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ?
ഇന്റലിജൻസിന്റെ വിവരങ്ങളൊക്കെ ഡോഡ്ജിന് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കോടതിയിൽ പോയിട്ട് വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. കാഷ് പട്ടേൽ ശരിക്കും പറഞ്ഞാൽ ഇലോൺ മസ്കിന് മറുപടി കൊടുത്തത് മസ്കും പട്ടേലും തമ്മിൽ ഒരു ക്ലാഷ് വന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ ക്ലാഷ് ഒന്നും വന്നിട്ടില്ല. അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ക്ലാഷ് ഒന്നുമില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് രണ്ടുപേരും കൊടുത്തത്. കാര്യം വേറെ ഒന്നല്ല, ഇങ്ങനെ ലീഗൽ സൈഡ് ഉണ്ട് അതിന്. കാര്യം FBI പോലത്തെ ഇന്റലിജൻസ് പോലത്തെ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മെയിലിൽ നിന്ന് മറുപടി തരാൻ കഴിയില്ല എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കാരണം അവര് ഈ FBI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എത്ര ആയിരം സ്റ്റാഫുകൾ ഉണ്ടെന്നറിയാം അവരുടെ കീഴിൽ. അവരുടെ എത്ര വലിയ ബ്രാഞ്ചാണത്. അത് ഗ്ലോബലി തന്നെ വൈഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് FBI എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ മെയിൽ അയക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ സില്ലി ആയിട്ടാണ് തോന്നുന്നത്. ഈ ഡോഡ്ജ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു ദൗത്യമുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതേപോലെ ഈ ട്രഷറിയുമായിട്ട് ബന്ധപ്പെട്ട് US എവിടെയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസയിലേക്കുള്ള ക്ലാരിഫിക്കേഷൻസും അതിന്റെ ബാക്ക് ഡേറ്റഡ് ഡോക്യുമെന്റ്സ് റാറ്റിഫൈ ചെയ്യാനുമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്താൽ പോരെ. തൽക്കാലം ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഡോഡ്ജുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഇലോൺ മസ്ക് ജമ്പ് ചെയ്ത് പല പല വിഷയങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഓരോ കാര്യങ്ങൾ ഓരോ ബിസ്ക്കറ്റ് ആയിട്ട് അങ്ങ് എടുത്ത് കഴിക്കുക. അതാണ് ചെയ്യേണ്ടത്. കുറച്ച് പോപ്പുലാരിറ്റി, ഇങ്ങനെ കുറച്ച് ബൂമിങ് കിട്ടുന്ന വിഷയങ്ങളൊക്കെ എക്സ് പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനല്ല പറയുന്നത്, അമേരിക്കയിലുള്ള കോമൺ പോപ്പുലേഷൻ ആണ് ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ 18 വയസ്സ് പൂർത്തിയായി അപ്പം തന്നെ കല്യാണം കഴിക്കാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം വേറെ ഒന്നല്ല, ഇത്രയും നാൾ ഇങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള നിയമം ഇല്ലായിരുന്നു. ഇപ്പൊ 18 വയസ്സ് കഴിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. പല രാജ്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഫാമിലി മിനിസ്ട്രി ഒക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്യാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഒരു ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എത്രയും വേഗം കുറച്ച് യങ് പോപ്പുലേഷൻ ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക. അടുത്തൊരു 10, 15, 20 വർഷത്തിനുള്ളിൽ തലമുറകൾ പിന്നെ വയസ്സായി പോകുന്നു. അപ്പൊ അതുകൊണ്ട് യങ് പോപ്പുലേഷൻ വേണ്ടതുണ്ടെന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചൈന ഇപ്പം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ചൈന ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് മുകളിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും തരത്തില്ല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചിരുന്ന രാജ്യമാണ്. ഇപ്പൊ അത് നേരെ തലതിരിഞ്ഞിരിക്കുകയാണ്. ഗ്രീൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ പ്രോജക്ട്, ഈ ഗ്രീൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ പ്രോജക്ട് ഇന്ത്യയും ഡെൻമാർക്കും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. ഡാനിഷ്. ഇപ്പൊ ഡെൻമാർക്കും കൂടെ ചേർന്ന് ഈ ഒരു പ്രോജക്റ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡെൻമാർക്ക് ഇന്ത്യക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീൻ ട്രാൻസ്മിഷൻ പ്രോജക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.